നമ്മൾ ഈ വീടിൻ്റെ റൂഫിംഗ് ടൈൽ ചെയ്തിട്ടുള്ള വീടാണ്. അപ്പോൾ നമ്മൾ ആ കൺസ്ട്രക്ഷൻ്റെ ഏത് സ്റ്റേജിലാണ് ശരിക്കും സോളാർ പാനൽ വെക്കുന്നത് പ്ലാൻ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതേപോലെ നമ്മളൊരു പുതിയ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തായാലും സോളാറിൻ്റെ പ്ലാന്റ് ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ വീടിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ, അതായത് പ്ലാസ്റ്ററിംഗ് വർക്കിന് മുമ്പ് തന്നെ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീടിന് ഭംഗി പോവാതെ തന്നെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്കത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു 15 കിലോവാട്ടിൻ്റെ സോളാർ പാനൽ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ മേജറായിട്ട് വരുന്നത് നമുക്ക് റൂഫ് ടൈൽ വരുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ഇനിഷ്യൽ സ്റ്റേജ് ഉണ്ട്. നമുക്കിപ്പോൾ ഈ നോക്കിയാൽ കാണാൻ പറ്റും. ഇതേപോലെയുള്ള സ്റ്റേജിൽ വേണം നമുക്കിതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്യാം. നമ്മൾ ഈ റൂഫിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് നടക്കാനുള്ള വാക്ക് വേ നമ്മളിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹാൻഡ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു 15 കിലോവാട്ട് പാനലിലേക്ക് വാഷ് ചെയ്യാനുള്ള 2 സെക്ഷനായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് വാഷിങ് വളരെ എളുപ്പമായിരിക്കും. സോ ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള പാനൽസ് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും. സോ നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഫ്രെയിം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് നമുക്ക് പാനൽസിന് 30 വർഷം വാറണ്ടി ഉണ്ടാവും. പക്ഷെ നമ്മൾ വെക്കുന്ന ഫ്രെയിം വർക്കിന് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളൊരു 5 കൊല്ലം കഴിയുമ്പോൾ ഈ ഫ്രെയിം വർക്ക് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന വീട്ടിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, വീടിൻ്റെ ബാക്ക് സൈഡിൽ വീടിനുമായിട്ടുള്ള ഭംഗി ഒട്ടും പോവാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ എടപ്പള്ളിയിൽ ഒരു സൈറ്റ് ചെയ്തിരിക്കുന്നതാണ്. അറൗണ്ട് ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ്. വളരെ ഹെവി ആയിട്ടുള്ള സ്ട്രക്ചർ വർക്ക് തന്നെ ചെയ്തുകൊണ്ട് ഹാൻഡ് റെയിൽസും സേഫ്റ്റി സൈഡും എല്ലാം നോക്കിക്കൊണ്ട് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നാളെ ഒരു മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാലും അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. സോ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് പുതിയ വീടുകളോ അല്ലെങ്കിൽ പുതിയ ബിൽഡിങ്ങുകളോ ചെയ്യുമ്പോൾ സോളാർ പ്ലാന്റുകൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിരിക്കുകയും ചെയ്യും. ലൈഫ് ലോങ് ആയിട്ട് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺസൾട്ടിങ്ങോ കൂടുതൽ ഡീറ്റെയിൽസോ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.